കൃഷ്ണ, നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാ. നിന്റെ അമ്മയുടെ ജീവനോളം അതിന് വിലയുണ്ട്. അതിനിടയിൽ വരുന്ന ചെറിയ ചില സംസാരങ്ങൾ കേട്ടില്ലെന്ന് നടിച്ചാ മതി, ഒരു പ്രശ്നവുമില്ല. ശരി, നിങ്ങൾ അകത്തേക്ക് ഇല്ല. നിക്ക്. എന്താ നീ ഇങ്ങ് തിരിച്ചു വന്നേ? ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ മേഡം ഇറങ്ങിപ്പോയത്? എന്നിട്ട് എന്ത് പറ്റി? ഇവിടുന്ന് പോയതിനു ശേഷം നമ്മുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അവള് പറഞ്ഞോളൂ. ഇന്നലെ നീ ഇവിടെ നിന്ന് വിളമ്പിയത് ആദർശം. ഇപ്പൊ നീ തിരിച്ചു വന്നത് എന്റെ മമ്മി നൽകുന്ന നക്കാപ്പിച്ചയോടുള്ള ആർത്തി അല്ലടി? നീ അന്തസ്സുള്ളവളാണെങ്കിൽ ഇന്നലെ നീ പറഞ്ഞ വാക്ക് പാലിക്കണം. നിനക്ക് എന്റെ മമ്മി തന്ന പണം മുഴുവനും മമ്മിയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചെത്തണം. എന്നിട്ട് നീ ഗുഡ് ബൈ പറഞ്ഞിട്ട് പോ. അപ്പൊ നിന്നെ ഞാൻ അംഗീകരിക്കാം. ഒരു ചായക്കാശിന് കൂടി ഗതിയില്ലാത്തവള് അന്തസ്സിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ? നീ എന്നടി മുഖത്തേക്ക് നോക്കാത്തെ? ഇന്നലെ കാണിച്ച ആവേശം ഇന്ന് നീ എന്റെ മുഖത്ത് നോക്കി കാണിക്കാം. ഗാഥ, മമ്മി കണ്ടില്ലേ ആരെ ഈ വന്നിരിക്കുന്നതെന്ന്? ഇന്നലെ അവളെ എന്ത് പറഞ്ഞിട്ടാ പോയത്? അവള് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മമ്മിക്ക് ഒരു ദിവസം മനസ്സിലാവുമെന്ന്. മനസ്സിലായിട്ടുണ്ടോന്നറിയാൻ തിരിച്ചു വന്നതായിരിക്കും അവള്. ഉപ്പയിലെ മാണിക്യം. നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? നിനക്ക് എന്നോട് തോന്നുന്ന അസൂയ, എന്റെ സൗകര്യങ്ങൾ കണ്ടിട്ടുള്ള ഭ്രാന്ത്, എനിക്ക് കിട്ടാൻ പോകുന്ന ജീവിതം ആലോചിച്ചുള്ള അസ്വസ്ഥത. കൂലിക്കാരിയും വേലക്കാരിയും ഞങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണെങ്കിലേ അതി വീടിന്റെ പുറത്ത്. മനസ്സിലായടി? ഗാഥ, മതി. മാഡം, ഇന്നലെ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയിട്ടല്ല ഞാൻ തിരിച്ചു വന്നത്. മോളെ, പാവങ്ങളെ പരിഹസിക്കുന്നത് ചിലർക്കൊക്കെ ഒരു രസ. അമ്മയെ ഓർത്താ ഞാൻ ഒന്നും പറയാത്തത്. ഇങ്ങനെയുള്ള അന്യായം കാണിക്കുന്നവരോട് എനിക്ക് ക്ഷമിച്ച ശീലമൊന്നുമില്ല. ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയില്ലെന്നാണ് സ്വന്തേച്ചി കരുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടവരോടൊക്കെ കണ്ണും പൂട്ടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ നിന്റെ നാട്ടിൽ വന്നിട്ടുള്ളതല്ലേ. അവിടത്തുകാർക്ക് നിന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താന്ന് എനിക്കറിയാം. സുന്ദരിയുടെ കയ്യിൽ നിന്ന് എല്ലാവരുടെയും പണം വാങ്ങിയെടുത്ത് അവർക്കെല്ലാവർക്കും പണം ബാക്കി വെക്കാതെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തത് നീയല്ലേ. നിന്റെ മഹത്വം മനസ്സിലാക്കാൻ ആ ഒറ്റ കാര്യം മതി. അതിവർക്കൊന്നും മനസ്സിലാവില്ല മോളെ. കാരണം അത് മനുഷ്യനെ അറിയുന്ന പ്രവൃത്തിയാ. അമ്മയ്ക്ക് വേണ്ടിയല്ലേ, ഞാൻ കേട്ടു നിൽക്കാം.
നിന്റെ വലിപ്പം എന്താന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയം ഉണ്ടാവും മോളെ, അതുറപ്പാ. ദൈവം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സുനന്ദേച്ചി എന്തൊക്കെയാ പറയുന്നേ? ദേവി കാശുള്ളവരുടെ കൂടെയാ. അവര് വലിയ വലിയ വഴിപാടുകളൊക്കെ നടത്തും, അമ്പലത്തിലേക്ക് വേണ്ടതൊക്കെ ചെയ്യും. ഞാനും സുനന്ദേച്ചി എന്താ ചെയ്യുന്നേ? നടയിൽ ചെന്ന് നിന്നൊന്ന് പ്രാർത്ഥിക്കും. കൂടിയാ ഒരു 10 രൂപ ഭണ്ഡാരത്തിലിടും. നമ്മളെ എന്തിനാ ദൈവം സ്നേഹിക്കുന്നേ? ഉപകാരമില്ലാത്ത വർഗങ്ങള്. മതി, മനസ്സ് വല്ലാതെ പൊള്ളിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ഗോപാലമാമനാ. ഹലോ ഗോപാലമാമ. മോളെ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു കേട്ടോ. എന്താ പറഞ്ഞേ? അമ്മയെ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് മുമ്പ് ഏതാണ്ടൊക്കെ ചെക്കപ്പുകളുണ്ട്, അതൊക്കെ നടത്തണമെന്നാ പറഞ്ഞേ. ചെയ്യാന്ന് പറഞ്ഞോ? ആ പിന്നെ ചെക്കപ്പ് നടത്തുകയാണെങ്കിലേ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. നമ്മളന്ന് അഡ്വാൻസ് കൊടുത്ത 2 ലക്ഷം രൂപയുണ്ടല്ലോ, പിന്നെ അതിന്റെ കൂടെ ഒരു 5 ലക്ഷം രൂപയുടെ പെട്ടെന്ന് തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇതിപ്പോ പെട്ടെന്ന് എങ്ങനെയാ? അവരോടൊന്നും കയറി തർക്കിക്കാൻ പറ്റില്ല മോളെ. അവര് പറയും, നമ്മളത് കേൾക്കുക, അത്ര തന്നെ. എന്തായാലും ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാം. ആ, അവര് വിളിച്ചപ്പോ തന്നെ ഞാൻ മോളെ വിളിച്ച് കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ, നമുക്ക് തീരുമാനം എടുത്തിട്ട് നാളെ ആശുപത്രിയിൽ ചെന്നിട്ട് പറയാം. ശരി മോളെ, ഓക്കെ.